നമസ്കാരം, ബൈജു ആണ്. നമ്മളെല്ലാവരും ഫോണിന് പിൻ നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് ഇട്ടാണ് സുരക്ഷിതമായി വയ്ക്കാറ്, ശരിയല്ലേ? എന്നാൽ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഇതിൽ ഫോണിന് ഏതാണ് കൂടുതൽ സുരക്ഷിതം, പിന്നാണോ അതോ പാസ്വേഡോ? സത്യത്തിൽ പലർക്കും ഇതിന് ഉത്തരം അറിയാൻ സാധ്യതയില്ല. എന്നാ പിന്നെ നമുക്ക് ഈ വീഡിയോ കൂടെ ഇതിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി നോക്കിയാലോ? സാധാരണ രീതിയിൽ നമ്മൾ പൊതുവെ കരുതുന്നത് എന്താ, പാസ്വേഡിന് എന്തോരം നീളം കൂടുന്നുവോ അത്ര സുരക്ഷ കൂടുമെന്നല്ലേ? എന്നാൽ അത് ഓൺലൈൻ അക്കൗണ്ടുകളുടെ കാര്യത്തിൽ മാത്രമാണ് ട്ടോ ശരി. പക്ഷെ നമ്മുടെ ഫോൺ ലോക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഓർത്ത് വെക്കാൻ കഴിയുന്ന നല്ലൊരു 6 അക്കമോ അതിൽ കൂടുതലുള്ള പിൻ നമ്പർ തന്നെയാണ് ഏറ്റവും സുരക്ഷിതം. ഇനി നമുക്ക് ഫിംഗർ പ്രിന്റിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കാം. യഥാർത്ഥത്തിൽ അത് വളരെ സൗകര്യപ്രദമാണ് എല്ലാവർക്കും. പക്ഷെ ഫിംഗർ പ്രിന്റ് മാത്രം നമ്മൾ ഒരു കാരണവശാലും ആശ്രയിക്കരുത്. നല്ലൊരു പിൻ കൂടി വെച്ചിട്ട് വേണം ഫിംഗർ പ്രിന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഏറ്റവും സുരക്ഷയും കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫോൺ തുറക്കാനും നമുക്ക് എളുപ്പമായിരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. 1, 2, 3, 4 അത് കൂടാണ്ട് ചിലവർ 0, 0, 0 എന്ന് പറഞ്ഞിട്ട് 4 0 ഇട്ട് വയ്ക്കും. അതല്ലെങ്കിൽ 4, 1 ഇതുപോലുള്ള പിന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ ഇടരുത് കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നിങ്ങളുടെ ജനന തീയതി, ഫോൺ നമ്പറിന്റെ അവസാന അക്കങ്ങൾ, വാഹന നമ്പർ തുടങ്ങി മറ്റുള്ളവർക്ക് എളുപ്പം ഊഹിക്കാവുന്ന കാര്യങ്ങളും ഒരിക്കലും നമ്മൾ പിൻ നമ്പറാക്കി വെക്കാൻ നിൽക്കരുത് പ്ലീസ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, ജിമെയില്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ബാങ്കിങ് അക്കൗണ്ടുകൾ തുടങ്ങിയവയ്ക്ക് ഫോൺ പിൻ പോലെയല്ല സുരക്ഷ ഒരുക്കേണ്ടത്. അവിടെ ഓരോ അക്കൗണ്ടിനും വ്യത്യസ്തവും ശക്തവുമായ പാസ്വേഡ്, കഴിയുന്നിടത്തോളം 2 ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറയും, അതായത് 2FA കൂടി നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രേ പറയാനുള്ളൂ. ഫോൺ ലോക്കിന് എപ്പോഴും നല്ലത് ശക്തമായ പിൻ നമ്പർ തന്നെയാണ്. ഓൺലൈൻ അക്കൗണ്ടുകൾക്കാണെങ്കിൽ ശക്തവും വ്യത്യസ്തവുമായ പാസ്വേഡ് ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇപ്പോഴും 1, 2, 3, 4 അങ്ങനെയുള്ള പിൻ നമ്പർ ഒക്കെ ആണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർന്ന ഉടനെ അത് തന്നെ ഒന്ന് മാറ്റിക്കൊള്ളണം കേട്ടോ. എന്നിട്ട് നല്ല ശക്തമായ ഒരു പിൻ നമ്പർ ചേർത്ത് ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം വേറെ ഒന്നല്ല, ഫോൺ നഷ്ടപ്പെട്ടതിന് ശേഷം സുരക്ഷയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് സുരക്ഷ ഉറപ്പാക്കുന്നതല്ലേ ബുദ്ധി. അതല്ലേ, നമ്മൾ മലയാളികൾക്ക് നല്ല ബുദ്ധിമാന്മാരല്ലേ? നമ്മൾ കുറച്ചും കൂടി ചിന്തിച്ച് നല്ല തീരുമാനം എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. നന്ദി, നമസ്കാരം.